ഞാനേ ഇന്നൊരു ചിക്കൻ പെരട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ എന്ന് ചിക്കൻ പൊരിച്ചാലും ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി നാൾ കൊണ്ടേ വിചാരിക്കുന്നു ചിക്കൻ പെരട്ട് ഉണ്ടാക്കണം, ചിക്കൻ പെരട്ട് ഉണ്ടാക്കണം. എനിക്കാണെങ്കിൽ ചിക്കൻ തോനെയും ചാറിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചിക്കൻ പെരട്ടേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെക്കുന്നു. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പോഴും ഇട്ട് കൊടുത്തിട്ട് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വാടി വരണം കേട്ടോ, എങ്കിലേ ആ പെരട്ടിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് നന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി ഊറ്റി വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടൊന്ന് പെരട്ടി, ഉപ്പൊക്കെ ഇട്ടൊന്ന് പെരട്ടി അതിനകത്തൊന്ന് മസാല പിടിക്കുന്നതിന് വരെ മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ ഈ സവാള വാടുന്ന സമയം കൊണ്ട് നമുക്കതൊന്ന് പെരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സവാള വഴറ്റി കൊടുക്കാം, ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാൻ മറക്കല്ല കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ സവാള കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി വെച്ചിട്ട് മസാല ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പെരുംജീരകമാണ് തോനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3-4 ഗ്രാമ്പും കുറച്ച് കുരുമുളകും ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്നത് അങ്ങനെ കേട്ടോ, മസാലക്കറികളെല്ലാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സവാള ഉണ്ടില്ലേ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ നമ്മൾ ചട്ടിയോട് അടി പിടിക്കും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴണ്ട് വരണം കേട്ടോ, എങ്കിലും ആ പെരട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. കൂടെ ഞാൻ ഇതെല്ലാം കൂടെ മൂത്ത് വന്നപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തേ. അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ പെരട്ടി വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് പെരട്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരിക്കലും തീ കൂട്ടല്ലേ, തീ കൂട്ടിയാൽ നമ്മുടെ ചിക്കൻ കറി കരിഞ്ഞു പോകും. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അവസാനം ഇടുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഞാൻ എല്ലാ കറികൾക്കും അവസാനമാണ് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കണ്ടോ, ആ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. നമ്മൾ കുറച്ച് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിടുമ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും കേട്ടോ. നമ്മളൊരു തുള്ളി വെള്ളം പോലും അല്ലാണ്ട് ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയായി പോവും. ഇതിന് പെരട്ടെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കൂടെ നമ്മൾ കുരുമുളകും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് അവസാനം കുറച്ചിട്ട് കൊടുക്കാൻ. ഒരുപാടൊന്നുമല്ല, കുറച്ച്. അതിലെ ചിക്കനിൽ തന്നെ അത്യാവശ്യത്തിന് ചിക്കൻ വേവാനുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനും കൂടെ വെന്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, ഇച്ചിരി കൂടെ ഒന്ന് പരണ്ടിരിക്കണ്ടേ, അതല്ലേ ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ കുറച്ച് കുരുമുളകും, നേരത്തെ പൊടിച്ച് വെച്ച് കുരുമുളകും ഇട്ട് കൊടുത്തേ. കുറച്ച് കരിവേപ്പില തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം കിട്ടും. നല്ല മണം തന്നെ വരുന്നുണ്ട് ഇപ്പം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എല്ലാം ഒന്ന് പെരട്ടി എടുക്കാം നമുക്ക്. കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ ചിക്കൻ പെരട്ട് ഇങ്ങനെ ഇട്ട് നല്ല ആവി പറക്കുന്ന സംഭവം ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ബായ്.